വാർത്തയിലേക്ക്. അനിൽ ആന്റണിക്കെതിരെ TG നന്ദകുമാർ ഉന്നയിച്ചത് വളരെ ഗൗരവകരമായ കാര്യമെന്ന് മുൻമന്ത്രി AK ബാലൻ. ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികൾ അന്വേഷിക്കണം. കോൺഗ്രസും BJPയും ഇതിന് മറുപടി പറയണം. PDPയുമായുള്ള CPM ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലെന്നും വിമർശിക്കുന്നവരുടെ ഉദ്ദേശം SDPയും കോൺഗ്രസും തമ്മിൽ സഖ്യത്തിൽ ഏർപ്പെടണം എന്നുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്, ആക്ഷേപമാണ് അനിൽ ആന്റണിക്കെതിരെ ഉന്നയിച്ചത്. AK ആന്റണി രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഡൽഹിയിലെ അറിയപ്പെടുന്ന ഒരു ദല്ലാളാണ് അനിൽ ആന്റണി. TG നന്ദകുമാർ പ്രസ്താവിക്കുകയാണ്. ഞാനീ പറയുന്ന കാര്യം വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള രേഖകളും ഞാൻ ഹാജരാക്കാമെന്ന്. സാധാരണ നിലയിൽ നന്ദകുമാർ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഒരു വലിയ ഗൗരവത്തിൽ പൊതുസമൂഹം എടുത്തുകൊള്ളണമെന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് യോജിച്ചുകൊണ്ടാണ് TJ കുര്യൻ കാര്യങ്ങൾ പിന്നീട് വ്യക്തമാക്കിയത്. അതോടുകൂടിയിട്ടാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം ഞെട്ടിപ്പോയത്. കോൺഗ്രസ് അവസാനം ന്യായീകരിക്കാൻ സാധിക്കും. നിങ്ങളുടെ ആഗ്രഹം ഇപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐക്യജനാധിപത്യം മുന്നണി SDPയും ജമാഅത്തെയും പിന്തുണ പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് എന്ന് പറഞ്ഞേക്കാണ്. PDPനെ ഞങ്ങൾ ആ രൂപത്തിലുണ്ടാകും. അതാദ്യം തന്നെ CPIയുടെ നിലപാട് വ്യക്തമാക്കി. അതിനിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സ്വാഭാവികമായും എല്ലാ അടവുകളും UDFിൻ്റെ ഭാഗത്തുണ്ടാകും. കാരണം അഖിലേന്ത്യാ തലത്തിൽ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇവിടെയുള്ള അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലും അരിവാൾ ചരിത്രത്തിനും എതിരായിട്ടുള്ള മനുഷ്യരാണ്. അപ്പം അതുകൊണ്ട് നാട്ടുകാർക്കൊക്കെ നല്ല കൃത്യമായിട്ട് അറിയാം UDFിൻ്റെ പാപ്പരത്ത് എന്താണെന്ന്.